ബി.ജെ.പിയുടെ പ്ലാൻ ബി അങ്ങനെ കുറച്ച് സീറ്റ് കിട്ടിയാൽ കുറച്ചു കാലം കൊണ്ട് കോൺഗ്രസിനെ പിളർത്തി കേരളം പിടിക്കാം എന്നതായിരുന്നു. പക്ഷെ ഡൽഹിയിൽ നടപ്പായത് കേരളത്തിൽ നടപ്പായില്ല. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയല്ല, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും CPIM-ഉം. ഡൽഹിയിലേതുപോലെ മുഖ്യമന്ത്രിയെ എളുപ്പത്തിൽ കൊണ്ടുപോയി ജയിലിലിടാനാവില്ല, കൈ പൊള്ളും എന്ന് അന്വേഷണ ഏജൻസികളും BJPയും മനസ്സിലാക്കി. അതിനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നു. ഡൽഹിയിൽ അതേ ഓപ്പറേഷനാണ് കേരളത്തിൽ നടന്നത്. ഡൽഹിയിൽ ആരാ പരാതി ആദ്യം കൊടുക്കുന്നത്? അവിടുത്തെ PCC പ്രസിഡന്റാണ്. കേരളത്തിൽ കൊടുത്തതാരാ? കോൺഗ്രസിന്റെ MLA-മാരുൾപ്പെടെയുള്ള ആളുകളാണ്. അധികാരത്തിലെത്താൻ മുഖ്യമന്ത്രിയെ പിണറായിയെ അറസ്റ്റ് ചെയ്യുക, അതുവഴി ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു ജനവികാരം സൃഷ്ടിച്ചെടുക്കുക, കോൺഗ്രസിന് അധികാരത്തിൽ വരാനൊരു വഴിയൊരുക്കുകയും ഒപ്പം BJPക്ക് കുറേ MLA-മാരെ നേടിയെടുക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുക എന്നതായിരുന്നു തിരക്കഥ. അതിന് ഡൽഹിയിൽ ഉപയോഗിച്ചതിനേക്കാൾ വ്യാപകമായി കേന്ദ്ര ഏജൻസികളെ ED-യെയും CBI-യെയും എല്ലാം കേരളത്തിൽ ഉപയോഗിച്ചു. BJP അതിൽ കണ്ടത് പിണറായിയെയും ഇടതുപക്ഷത്തെയും മാറ്റിയാൽ അവരെ ജനങ്ങളുടെ മുമ്പിൽ മോശമായിട്ട് ചിത്രീകരിച്ചാൽ, ജയിലിലടച്ച് അഴിമതിക്കാരായി ചിത്രീകരിച്ച് അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയാൽ തൽക്കാലം കോൺഗ്രസ് വന്നാലും അധികം വൈകാതെ BJPക്ക് അധികാരം പിടിക്കാമെന്നാണ് കണക്കാക്കിയത്. ആം ആദ്മി പാർട്ടി ഗവൺമെന്റിനെ അട്ടിമറിക്കേണ്ടത് BJPയുടെ ആവശ്യമായിരുന്നു. കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയുണ്ടായിട്ടല്ല. പക്ഷേ ആപ്പിന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ച് BJPക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കാൻ കോൺഗ്രസ് BJPയുമായിട്ട് ഗൂഢാലോചന നടത്തി. സമാനമായ ഒരു ഗൂഢാലോചന കോൺഗ്രസും BJPയും ചേർന്ന് കേരളത്തിലും നടത്തിയിരുന്നു. ഇതേ തിരക്കഥ കേരളത്തിൽ നടപ്പാക്കാനായിരുന്നു 2021 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ശ്രമം. അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും കള്ളക്കേസിൽ കുടുക്കി മാസങ്ങളോളം, ഏതാണ്ട് 2 വർഷമാണ്, 1.5 വർഷമാണ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ജയിലിലടച്ചത്. 4-5 മാസമാണ് മുഖ്യമന്ത്രിയെ ജയിലിലടച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ജയിലിലടയ്ക്കുന്നത്. ഇന്നലെ അവരെ കുറ്റവിമുക്തരാക്കി എന്ന് മാത്രമല്ല, കള്ളക്കേസാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ആ കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത CBI സംഘത്തിന്റെ തലവനെതിരെ നടപടിയെടുക്കണമെന്ന് കോടതി പറഞ്ഞു. അതിനും പുറമെ CBIയും ED-യുമൊക്കെ നയരൂപീകരണത്തിൽ ഇടപെടാൻ പാടില്ല എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിപൂർണമായി കെട്ടിച്ചമച്ച കള്ളക്കേസിനെ കോടതി തള്ളിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കോൺഗ്രസും BJPയും തമ്മിലുള്ള ധാരണ ഉപജാപമായിരുന്നു കേജ്രിവാളിന്റെയും മനീഷ് സിസോദിയുടെയും അറസ്റ്റിലേക്ക് എത്തിച്ചത്. അത് അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിരുന്നു. ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ ആം ആദ്മി പാർട്ടി ഗവൺമെന്റിനെ അട്ടിമറിക്കേണ്ടത് BJPയുടെ ആവശ്യമായിരുന്നു. കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയുണ്ടായിട്ടല്ല. പക്ഷേ ആപ്പിന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ച് BJPക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കാൻ കോൺഗ്രസ് BJPയുമായിട്ട് ഗൂഢാലോചന നടത്തി. സമാനമായ ഒരു ഗൂഢാലോചന കോൺഗ്രസും BJPയും ചേർന്ന് കേരളത്തിലും നടത്തിയിരുന്നു. ഇതേ തിരക്കഥ കേരളത്തിൽ നടപ്പാക്കാനായിരുന്നു 2021 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ശ്രമം. ഇവിടെ കോൺഗ്രസിന് BJPക്ക് അധികാരം പിടിക്കാനാവില്ല, കോൺഗ്രസിന് അധികാരത്തിലെത്താൻ മുഖ്യമന്ത്രിയെ പിണറായിയെ അറസ്റ്റ് ചെയ്യുക, അതുവഴി ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു ജനവികാരം സൃഷ്ടിച്ചെടുക്കുക, കോൺഗ്രസിന് അധികാരത്തിൽ വരാനൊരു വഴിയൊരുക്കുകയും ഒപ്പം BJPക്ക് കുറേ MLA-മാരെ നേടിയെടുക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുക എന്നതായിരുന്നു തിരക്കഥ. അതിന് ഡൽഹിയിൽ ഉപയോഗിച്ചതിനേക്കാൾ വ്യാപകമായി
കേന്ദ്ര ഏജൻസികളെ EDയെയും CBIയെയും എല്ലാം കേരളത്തിൽ ഉപയോഗിച്ചു. BJP അതിൽ കണ്ടത് പിണറായിയെയും ഇടതുപക്ഷത്തെയും മാറ്റിയാൽ അവരെ ജനങ്ങളുടെ മുമ്പിൽ മോശമായിട്ട് ചിത്രീകരിച്ചാൽ, ജയിലിലടച്ച് അഴിമതിക്കാരായി ചിത്രീകരിച്ച് അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയാൽ തൽക്കാലം കോൺഗ്രസ് വന്നാലും അധികം വൈകാതെ BJPക്ക് അധികാരം പിടിക്കാമെന്നാണ് കണക്കാക്കിയത്. കുറച്ച് സീറ്റ് അവർക്കും കിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ബാക്കി പിന്നീട് വരുന്ന കോൺഗ്രസിനെ അട്ടിമറിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് വിലക്ക് വാങ്ങി അധികാരം പിടിക്കാം എന്നതായിരുന്നു BJPയുടെ രഹസ്യ അജണ്ട. അതുകൊണ്ടാണ് അന്നത്തെ BJP പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും, അത് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നത്. ഈ ധാരണയുടെ ഭാഗമായിരുന്നു. കോൺഗ്രസ് കണക്കാക്കിയത് തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും, അധികാരത്തിൽ വരും. ഇടതുപക്ഷത്തെ ആകെ അഴിമതിക്കാരായി ചിത്രീകരിച്ച് മുഖ്യമന്ത്രിയെ തന്നെ ജയിലിലടച്ച് ചില മന്ത്രിമാരെയും ജയിലിലടച്ചാൽ ആ ഇടതുപക്ഷത്തിനെതിരായ ജനവികാരത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാം, കുറച്ച് സീറ്റ് BJPക്ക് നേടാം. ഇതായിരുന്നു കണക്കാക്കിയത്. BJPയുടെ പ്ലാൻ ബി അങ്ങനെ കുറച്ച് സീറ്റ് കിട്ടിയാൽ കുറച്ചു കാലം കൊണ്ട് കോൺഗ്രസിനെ പിളർത്തി കേരളം പിടിക്കാം എന്നതായിരുന്നു. പക്ഷെ ഡൽഹിയിൽ നടപ്പായത് കേരളത്തിൽ നടപ്പായില്ല. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയല്ല, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും CPIM-ഉം. ഡൽഹിയിലേതുപോലെ മുഖ്യമന്ത്രിയെ എളുപ്പത്തിൽ കൊണ്ടുപോയി ജയിലിലിടാനാവില്ല, കൈ പൊള്ളും എന്ന് അന്വേഷണ ഏജൻസികളും BJPയും മനസ്സിലാക്കി. അതിനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നു. ഡൽഹിയിൽ അതേ ഓപ്പറേഷനാണ് കേരളത്തിൽ നടന്നത്. ഡൽഹിയിൽ ആരാ പരാതി ആദ്യം കൊടുക്കുന്നത്? അവിടുത്തെ PCC പ്രസിഡന്റാണ്. കേരളത്തിൽ കൊടുത്തതാരാ? കോൺഗ്രസിന്റെ MLA-മാരുൾപ്പെടെയുള്ള ആളുകളാണ്. ഡൽഹിയിൽ പൂർണ്ണമായും EDയുടെയും CBIയുടെയും അതിക്രമങ്ങൾക്കൊപ്പം കോൺഗ്രസ് പൂർണ്ണ പിന്തുണ കൊടുത്തു നിന്നു. കേരളത്തിലും അതുപോലെ പരിപൂർണ പിന്തുണ കൊടുത്താണ് നിന്നത്. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം CBIക്കും EDക്കും ഒപ്പമാണ് കേരളത്തിലും അണിനിരുന്നത്, ഡൽഹിയിലും അണിനിരുന്നത്. ഇപ്പൊ നോക്കൂ, ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ പാർട്ടികളും ഈ കേസിൽ BJPക്കെതിരെ രംഗത്ത് വന്നു. കാരണം കോടതി ഇത്ര നിശിതമായി വിമർശിക്കുകയും വെറുതെ വിടുകയും ചെയ്തു. വെറുതെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടതല്ല, കള്ളക്കേസാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടിട്ടുള്ളത്. ഇന്ത്യ ബ്ലോക്ക് മുഴുവൻ കേജ്രിവാളിന് ഒപ്പം നിൽക്കുകയും BJPക്കെതിരെ വരികയും ചെയ്തപ്പോൾ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം ഇതിൽ ഒരു വരി ഈ കള്ളക്കേസ് കെട്ടിച്ചമച്ച് BJPക്കെതിരെ പറയാത്ത എന്തുകൊണ്ടാണ്? ഈ അന്തർധാര കൊണ്ടാണ്. കാരണം കോൺഗ്രസും BJPയും ഒരുമിച്ച് ചേർന്ന് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഡൽഹിയിലിത്. ആ ഓപ്പറേഷൻ ഡൽഹിയിൽ വിജയിച്ചു. ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും തൽക്കാലത്തേക്കെങ്കിലും അഴിമതിക്കാരായി ചിത്രീകരിച്ച് തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ആ ഓപ്പറേഷൻ പാളിപ്പോയി എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയുമായിട്ടുണ്ടാക്കിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിണറായിയെ ജയിലിലടയ്ക്കാൻ, ചില മന്ത്രിമാരെയും ജയിലിലടയ്ക്കാൻ നടത്തിയ പാളിപ്പോയ ആ തിരക്കഥയുടെ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും.